ഹലോ ഗൈസ്, ജെഫോട്ടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണ് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അത്യാവശ്യം റീച്ചായ ചാനൽ അനുഭവിക്കുന്നുണ്ട്, അല്ലാതെ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന ചാനൽ വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്. റീച്ചായ ചാനലിനേക്കാളും കൂടുതൽ, പക്ഷെ കൂടുതൽ സങ്കടം വരും ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ. റീച്ചായ ചാനലുകളുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സങ്കടം വരിക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോകുന്ന സമയമായിരിക്കും. നല്ലോണം ഗ്രോ ചെയ്ത് പോകുന്നുണ്ടാകും. ഗ്രോ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോകുന്ന പോലെ പെട്ടെന്ന്, അതായത് 1000 10,000 ഒക്കെ വ്യൂ, 10,000 15,000 വ്യൂ ഒക്കെ ഷോർട്ടിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചാനൽ സ്റ്റെക്കായ പോലെ നിന്നിട്ട് പിന്നെ ഇടുന്ന വീഡിയോസിനൊക്കെ 48 വ്യൂ, 50 വ്യൂ, 100 വ്യൂ, 150 വ്യൂ ഇങ്ങനെയുള്ള രീതിയിൽ അങ്ങ് പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഇങ്ങനെ ആയിപ്പോകുന്നത് എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. പിന്നെ അതിനുള്ള സൊല്യൂഷൻ എന്താണ് അതും കൂടെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ ചാനലെല്ലാം ഫ്രീസായി കിടക്കുവാണ്. നല്ല വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു, ഒരുപാട് വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ ചാനൽ സ്റ്റക്കായി പോകുന്നത്. എന്താ, ഒരുപാട് പേര് നമ്മളെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട്, കോൾ ചെയ്ത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ചേട്ടാ എൻ്റെ ചാനൽ പറ്റി ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഞാൻ നല്ല രീതിയിൽ ഗ്രോ ചെയ്തു പോവാണ്. മോണിറ്റൈസേഷനൊക്കെ വക്കോളം എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ആക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന്, അതായത് ദിവസം 2 വീഡിയോ ഒക്കെ ഇട്ട് നല്ല കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ചാനൽ സ്റ്റക്കായി പോയതിന് ശേഷം പിന്നെ നമ്മുടെ ചാനൽ കയറുന്നില്ല. എന്താണ് പ്രശ്നം, എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ചേട്ടാ ഞാൻ മാനസികമായിട്ട് തളർന്നു പോയി. ചില ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് പ്രഷർ അടക്കം കുറഞ്ഞു പോയി, ഞാൻ ഇങ്ങനെ കിടക്കും. കാരണം വെച്ചാൽ അത്ര സങ്കടം ഉണ്ടാവും. നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് സ്റ്റക്കായിപ്പോൾ ഓരോരുത്തർ സങ്കടം ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യമല്ല, ഇത് സ്റ്റക്കാകാൻ വേണ്ടിയിട്ട് ചില കാര്യമുണ്ട്. സ്റ്റക്കായി കഴിഞ്ഞിട്ട് കയറി വരാൻ വേണ്ടി നമുക്കൊരു ചില്ലറ പൊടിക്കൈകളൊക്കെ പരീക്ഷിക്കുകയും ചെയ്യാം. സ്റ്റക്കാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ കൺസിസ്റ്റൻസിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. യൂട്യൂബിൽ നമ്മൾ ഹാഷ്ടാഗ് ഇടുന്നുണ്ട്, ക്യാപ്ഷൻ ഇടുന്നുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, തമ്പനയിൽ ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ബെറ്റർ ആക്കി കൊണ്ടുവന്നുണ്ട് ചേട്ടാ. പക്ഷേങ്കിൽ നമ്മുടെ വീഡിയോ പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നതിന് ശേഷം വീഡിയോ കയറുന്നില്ല. അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിലോട്ട് കയറി ചെന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ വൈറലാക്കാനും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കണ്ടന്റ് ഒക്കെ ബെറ്റർ ആണ്, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ വീഡിയോ കയറാണ്ടിരിക്കാനുള്ള കാര്യം എന്താണ്? ഒരു കണ്ടന്റും ഇല്ലാത്ത, ഒരു സംഭവം ഇല്ലാത്ത ആൾക്കാരുടെ എല്ലാം വീഡിയോ വൈറലായി പോകുന്നുണ്ട്, അവരൊക്കെ നല്ലോണം രക്ഷപ്പെടുന്നുണ്ട്, ഞങ്ങൾക്കും അതുപോലെ രക്ഷപ്പെടണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. തമ്പനയിൽ, ക്യാപ്ഷൻ, അതായത് ഹാഷ്ടാഗ്, കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ അതിനേക്കാളും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ രാവിലെ 9 മണിക്ക് ഇട്ടു, പിറ്റേ ദിവസം നമ്മൾ സമയമില്ലായിരുന്നു, നമുക്ക് പെട്ടെന്ന് തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വീഡിയോ ഇടുന്നത് ഒരു 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയ സമയം രാത്രി 9 മണിയാണ്. അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ആണ്. ലോങ് വീഡിയോ നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. കൂടുതലും 2 ദിവസം കൂടും 3 ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വീഡിയോ ആയാലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ വീഡിയോ കറക്റ്റ് ടൈമിന് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടാവുള്ളൂ. അതായത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിന്ന് പോകും. അതായത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ നമ്മുടെ ചാനലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല കൺസിസ്റ്റൻസി ഉള്ള ചാനൽ മാത്രമേ യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ കൊടുക്കുകയുള്ളൂ, സപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോ 9 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാലോ. വാട്സപ്പ് ഗ്രൂപ്പ് വരുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ്റെ ടൈം നോക്കുക. അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓഡിയൻസ് എന്നുള്ള സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് വരും. ഒരു ഗ്രാഫ് വന്നിട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു ഗ്രാഫ് വരും. ഈ ഗ്രാഫ് വന്നിട്ട് ഈ ഗ്രാഫിൻ്റെ അകത്ത് നോക്കാം ഏത് ടൈമിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ടൈം. ആ ടൈം നോക്കി നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോ ഇടാൻ ടൈം സെറ്റ് ചെയ്യുക. ആ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ആ ടൈം അല്ലാതെ വേറൊരു ടൈം മാറ്റി പിടിക്കാൻ പാടില്ല. അതായത്
ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ടൈം മാറുന്ന സമയത്ത് നമുക്കൊരു വ്യൂ ഒക്കെ കുറവ് വരും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ആ വ്യൂ നമുക്ക് കയറി വരും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വ്യൂ കയറി വരും. അപ്പം അത് മാത്രമല്ല, ഈ ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അറിയാവുന്ന ആരോടും ചോദിച്ചിട്ട് സെറ്റ് ചെയ്യണം. വെറുതെ പോയിട്ട് തമാശക്ക് സെറ്റ് ചെയ്യരുത്. യൂട്യൂബേഴ്സിനോടോ നിങ്ങൾക്ക് അറിയാവുന്ന അത്യാവശ്യം വീഡിയോ ചെയ്ത് പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി. സെറ്റ് ചെയ്തതിന് ശേഷം ആ ടൈം ഫോളോ ചെയ്ത് പോകണം. ടൈം മാറ്റാനേ പാടില്ല. അതിനാണ് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് എന്താ പറയുക, ആ സമയം ഫോളോ ചെയ്ത് പോകണം. ഷോർട്ട് വീഡിയോ ഒരു വൈകുന്നേരം 4 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം 4 മണിക്ക് തന്നെ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് 4 മണിക്ക് ഇടാനാകത്തില്ല, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് രാവിലെ 10 മണിക്കൊക്കെ സമയം ഫ്രീ ഉള്ളൂ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബിസി ആവും, അത് കഴിഞ്ഞിട്ട് ഇടാനാവും എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂട്യൂബ് ഒരു ഓപ്ഷൻ തന്നേക്കുന്നത്, ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നേക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർക്ക് മനസ്സിലാകാത്തുണ്ടാവും. അതായത് നമുക്ക് 10 മണിക്കാണെങ്കിൽ 10 മണിക്ക്, അല്ലെങ്കിൽ തലേദിവസം രാത്രിയിലാണെങ്കിലും അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രൈവറ്റ് ആക്കി അപ്ലോഡ് ചെയ്ത ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പബ്ലിക് ആക്കുന്നതിന് പകരം ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത്ര ഡേറ്റിന്, അതായത് പിറ്റേ ദിവസത്തേക്കാണ് ആ ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ ടൈം ഷെഡ്യൂൾ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കറക്റ്റ് നമ്മൾ ഈ പറയുന്ന 4 മണിക്കാണ്, 4 മണിക്ക് ആ ടൈം ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ സമയത്ത് കയറിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ആ സമയത്ത് കയറിയിട്ട് നമ്മളിപ്പം മരിച്ച വീട്ടിലോ അവിടെ പോയാലും എവിടെ പോയാലും, അല്ല നമ്മൾ കല്യാണത്തിന് പോവുക, അല്ല വേറെ എന്തെങ്കിലും ബിസിയാണ്, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊന്നും അറിയാം, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആ ടൈമിന് കയറിക്കോളും. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നത്. പിന്നെ ഞാനിപ്പം പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മൾ സ്റ്റെക്കായിപ്പോയി, നമ്മൾ വീഡിയോ ഓട്ടോമാറ്റിക് സ്റ്റെക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യമുള്ളൂ, നമുക്കതൊന്ന് മൂവ് ആക്കി എടുക്കാൻ വേണ്ടി, വൈറലാക്കാൻ വേണ്ടിയില്ല ഞാൻ ഉദ്ദേശിക്കണം. നിങ്ങൾ സ്റ്റെക്കാണ്ടിരിക്കാനുള്ള കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അതായത് നിങ്ങൾ വീഡിയോ കൺസിസ്റ്റൻസിയിൽ വീഡിയോ ചെയ്യുക. സ്റ്റെക്കാകാനുള്ള ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റെക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ പെട്ടെന്ന് ഒരുപാട് വീഡിയോസൊക്കെ ഒരുമിച്ച് 1, 2, 3 വീഡിയോസൊക്കെ ഒരുമിച്ച് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് സ്റ്റെക്കായി പോകും. അതായത് 3 വീഡിയോസൊക്കെ 3-4 വീഡിയോസൊക്കെ ഒരുമിച്ച് നമ്മൾ ചാനൽ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചാനലിലെ വീഡിയോ സ്റ്റെക്കായി പോകാം. അങ്ങനെ ചെയ്യരുത്. പിന്നെ കോപ്പറേറ്റ് കമ്മ്യൂണിറ്റി സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോ സ്റ്റെക്കാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെക്കാനുള്ള കാരണം. പിന്നെ സ്റ്റെക്കായ ശേഷം വീഡിയോ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻസിയിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. പിന്നെ ചെറിയൊരു മൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് വീഡിയോസിന് ചെറിയൊരു മൂവ്മെൻറ്റ് വരുത്തി ഒന്ന് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൺ ചെയ്യിക്കുന്ന വീഡിയോൻ്റെ അകത്ത് ഇത് ചെയ്യരുത്. റണ്ണ് ചെയ്യാത്ത വീഡിയോൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹാഷ്ടാഗുകൾ, നമ്മളിപ്പം യൂട്യൂബിൽ നമ്മുടെ ഷോർട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അതിൻ്റെ ഹാഷ്ടാഗുകൾ ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ ക്യാപ്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, തമ്പനയിൽ നമുക്ക് ഷോർട്ടിന് കൊടുക്കാനാവില്ല. ലോങ് വീഡിയോ ആണെങ്കിൽ തമ്പനയിൽ ഗുണമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ തമ്പനയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ഹാഷ്ടാഗ് ഒന്ന് മാറ്റി കൊടുക്കുക, ക്യാപ്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. അന്നേരം ചേർത്ത് നമ്മുടെ സെർച്ചിങ്ങിൽ വരുന്ന സമയത്ത്, നമ്മുടെ ഹാഷ്ടാഗ് കൊണ്ട് സെർച്ചിങ്ങിൽ വരുന്ന സമയത്ത് ആൾക്കാർ ജസ്റ്റ് കാണും. തമ്പനയിൽ മാറിയ സ്ഥിതിക്ക്, തമ്പനയിലും ക്യാപ്ഷനും മാറിയ സ്ഥിതിക്ക് പുതിയ വീഡിയോ എന്നുള്ള രീതിയിൽ ആൾക്കാർ അത് കൂടുതൽ വാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനേക്കാൾ ഏറ്റവും ബെറ്റർ കണ്ടന്റ് വേണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. അതാണ് മെയിൻ. നമ്മുടെ ചാനൽ സ്റ്റെക്കാകാതെ നല്ല രീതിയിൽ നല്ല ഒഴുകി പോകണം, ചാനൽ റീച്ചായി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല കൺസിസ്റ്റൻസിയിൽ കാര്യങ്ങൾ ചെയ്തു പോകണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരു രീതിയിലും താന്നു പോകില്ല. എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ പോകും. ഇതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാരുണ്ടാവും, എല്ലാ ദിവസവും വീഡിയോ ഉണ്ട് ചേട്ടാ, എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്, എന്നാൽ നമ്മുടെ ചാനൽ കയറുള്ളൂ. എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടണമെന്നില്ല. പക്ഷേങ്കിൽ ആ ഇടുന്ന ദിവസം ടൈം കറക്റ്റ് ആയിരിക്കണം, അതാണ് പറയുന്നത്. അപ്പം എല്ലാ ദിവസവും വീഡിയോ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. ആ ഇടുന്ന ദിവസം ഇന്ന ടൈം, ഇന്ന സമയത്ത്, ഇന്ന ഡേറ്റ്. ഇപ്പം ബുധനാഴ്ച ചിലപ്പോൾ ആഴ്ച 2 ദിവസം വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഒരു തിങ്കളാഴ്ചയും പിന്നെ ഒരു വെള്ളിയാഴ്ച ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച മാത്രം വീഡിയോ ഇന്ന ടൈമിന് കറക്റ്റ് ടൈമിന് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനാവും. അപ്പം കറക്റ്റ് ഒരു ഓഡിയൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിട്ടേണിംഗ് വ്യൂസ് വരുള്ളൂ ചാനലിനകത്തോട്ട്. അപ്പോൾ റിട്ടേണിംഗ് വ്യൂസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതാണ്, ഈ റിട്ടേണിംഗ് വ്യൂസ് വരുന്നത് തന്നെ നമ്മുടെ കൺസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഏത് സമയത്ത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്ന ആൾക്കാർക്ക് അറിയാം, ഓഡിയൻസിന് അറിയാം ഏത് സമയത്ത്. അപ്പോൾ അവരത് നോക്കിയിരിക്കും. നല്ല വീഡിയോസ് ഉള്ള ആണെങ്കിൽ, നല്ല കണ്ടന്റ് ചെയ്യുന്ന വീഡിയോസ് ഉള്ള ആൾക്കാരുടെയൊക്കെ ആണെങ്കിൽ ചാനൽ ഇന്ന ദിവസം ഇന്ന കറക്റ്റ് ടൈമിന് നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ വേണൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. നമ്മളിപ്പോൾ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, തമാശക്ക് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങളിത് കാര്യമായിട്ട് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അതായത് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. സാധാരണക്കാരാണല്ലോ നമ്മുടെ ചാനൽ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതായത് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കും, അതിനുശേഷം ഉച്ചയ്ക്ക് ചോറ് കഴിക്കും അല്ലെങ്കിൽ വേദന കഴിക്കും,
അത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത്. ഇതാണ് മെയിനായിട്ട് 3 നേരമാണ് മനുഷ്യൻ സാധാരണയായിട്ട് ഭക്ഷണം കഴിച്ചു വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ സംഭവങ്ങളൊക്കെ കഴിക്കും, സ്നാക്സ് ഒക്കെ കഴിക്കും. അല്ലാണ്ട് തന്നെ ഇങ്ങനെ 3 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യന് 3 നേരം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ചെറിയൊരു ക്ഷീണവും തലകറക്കൊക്കെ വരും. സാധാരണ എത്ര വലിയ ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വയറിനും ശരീരത്തിനും ഉണ്ടാകും. അതേപോലെ തന്നെയാണ് യൂട്യൂബിന്. അപ്പോൾ എത്ര കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നു അതിനനുസരിച്ച് നമുക്ക് ക്ഷീണമോ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോകും. അപ്പം നല്ല കൺസിസ്റ്റൻസിയിൽ കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് നമ്മുടെ നമുക്കറിയാം ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് തന്നെ ഞാൻ ഈ കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി. നമ്മുടെ സാധാരണക്കാരാണല്ലോ, ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരൊന്നും അല്ല. എൻ്റെ ചാനലിലാണ് മെയിനായിട്ടുള്ളത് സാധാരണക്കാരെ, പാവപ്പെട്ട ആൾക്കാർ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്നുകൂടെ പറയാം, ഒന്ന് സബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.